ഹായ് ഫ്രണ്ട്സ്, മൈ പെർഫെക്റ്റ് സ്ട്രേഞ്ചറിന്റെ 14ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സുൻഹയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. രണ്ടാമതൊരു മാച്ച് ബോക്സും അതിൽ നിന്ന് ഒരു നോട്ടും കിട്ടിയിട്ട് പോലീസുകാരൊന്നും അതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല. പോലീസുകാർക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് നോവലിസ്റ്റിന്റെ ബ്രദറിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കണം. അതുകൊണ്ട് തന്നെ ഈ മാച്ച് ബോക്സിന്റെ കാര്യങ്ങളൊന്നും പോലീസുകാർ വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ഈ കേസ് ആകെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നത് ഹേസബിന്റെ അങ്കിൾ മാത്രമാണ്. സുൻഹയ്ക്ക് വേണ്ടി ആ കൊലയാളി രണ്ടാമതൊരു നോട്ട് എഴുതി വെച്ചിട്ട് പോലും പോലീസുകാർ സുൻഹയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് എല്ലാവരും പേടിച്ചാണ് നിൽക്കുന്നതും. പോലീസുകാർ സഹായിക്കാത്തത് കൊണ്ട് തന്നെ ഇനി അവർക്ക് വേറെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ ഒരു ഐഡിയയുമായിട്ട് ഹേജൻ എത്തുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും റിപ്പോർട്ടേഴ്സിന് അറിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സുൻഹയുടെ ഒരു ഇന്റർവ്യൂ കൊടുക്കാം. അങ്ങനെ ഈ നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ പോലീസുകാർക്ക് ഈ കേസിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കേണ്ടിയും വരും. അങ്ങനെ അവർ അന്വേഷിച്ചാൽ മാത്രമേ ശരിക്കുള്ള പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഒരു ഐഡിയ ഹേജൻ പറയുന്നു. എന്നാൽ സുനിയയുടെ വീട്ടുകാർക്ക് അതിനോട് താല്പര്യമില്ല. ആ കൊലയാളി ഇനി ഇന്റർവ്യൂ കണ്ടിട്ട് വേറെന്തെങ്കിലുമൊക്കെ പ്രശ്നമാവോ എന്നൊക്കെയുള്ള പേടിയാണ് സുനിയയുടെ വീട്ടുകാർക്ക്. വീട്ടുകാരെതിർത്തെങ്കിലും സുനിയെ അതിന് തയ്യാറായി. അങ്ങനെ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിയോളിൽ നിന്ന് റിപ്പോർട്ടേഴ്സിനെ ഹേജൻ വിളിച്ചു വരുത്തി. ആ സമയത്താണ് റിപ്പോർട്ടർ രണ്ടാമതായി കിട്ടിയ മാച്ച് ബോക്സ് അവരുടെ കയ്യിലുണ്ടോ എന്ന് തിരക്കുന്നത്. എന്നാൽ അത് അപ്പോൾ തന്നെ പോലീസുകാർ എടുത്തോണ്ട് പോയിരുന്നു. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടർ പറഞ്ഞു. ആ സമയത്താണ് ഹേജൻ പുറത്തു നിൽക്കുന്ന പോലീസുകാരനെ കാണുന്നത്. പോലീസുകാരെ പറ്റി പറയാൻ തന്നെയാണ് ഇപ്പോൾ അവിടെ ഇന്റർവ്യൂ നടക്കുന്നത്. എന്നാൽ ഈ ഇന്റർവ്യൂ നടക്കുന്നതിൽ നമ്മുടെ ഈ പോലീസുകാരന് സമ്മതമാണ്. പോലീസുകാരൻ വന്നത് വേറൊന്നിനുമല്ല, കഴിഞ്ഞ ദിവസം കിട്ടിയ ആ മാച്ച് ബോക്സിലെ അത് തിരിച്ച് ഹേജന്റെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരൻ എത്തിയത്. അതായത് ഇവിടെ ഇപ്പോൾ ഇന്റർവ്യൂ നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം പോലീസുകാരൻ അറിയാം. ആ സമയത്ത് ഈ മാച്ച് ബോക്സും കൂടി ആ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസുകാരൻ അത് ഹേജന് നൽകുന്നത്. അങ്ങനെ ആ റിപ്പോർട്ടേഴ്സ് അവരുടെ എല്ലാം ഇന്റർവ്യൂ എടുക്കുന്നു. എല്ലാവരുടെ ഫേസ് ബ്ലർ ആക്കണം, അതേപോലെ തന്നെ എല്ലാവരുടെയും വോയിസ് മാറ്റിയിട്ട് വേണം ടെലികാസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ ഹേജൻ പറയുന്നു. വിക്ടിമിനെ കുറിച്ച് ആൾക്കാർ പറയുന്നതിനേക്കാൾ കൂടുതൽ ആ കൊലയാളിയെ കുറിച്ച് ആൾക്കാർ പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഹേജൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ റിപ്പോർട്ടേഴ്സും കൊലയാളിയെ പറ്റിയെല്ലാം പോലീസുകാരോട് തിരക്കുന്നു. അപ്പോഴും പോലീസുകാരൻ നോവലിസ്റ്റിന്റെ ബ്രദറിനെ തന്നെയാണ് കുറ്റവാളിയായിട്ട് അവരുടെ മുന്നിൽ പറയുന്നത്. അവരുടെ കയ്യിൽ എവിഡൻസ് ഒക്കെ ഉണ്ട് എന്നാണ് പോലീസുകാരും പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് നോവലിസ്റ്റിന്റെ ബ്രദറിനോട് സംസാരിക്കുന്ന ഹേജുനെയാണ്. ഇപ്പോഴും നോവലിസ്റ്റിന്റെ ബ്രദർ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ്. എന്നാൽ ഹേസബിന്റെ അങ്കിളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഹേജൻ നോവലിസ്റ്റിന്റെ ബ്രദറിനോട് സംസാരിക്കുന്നത്. ഈ മരണമെല്ലാം നടക്കുന്ന ദിവസം നമ്മുടെ നോവലിസ്റ്റിന്റെ ബ്രദർ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് എങ്ങോട്ടാണ് നോവലിസ്റ്റിന്റെ ബ്രദർ പോയത് എന്നൊക്കെയാണ് ഹേജൻ തിരക്കുന്നത്. അങ്ങനെ ഇത്രയും നാള് സത്യം പറയാതിരുന്ന ബ്രദർ ഇപ്പോൾ സത്യങ്ങളെല്ലാം ഹേജനോട് പറയുന്നു. ആ പാലത്തിന്റെ മുകളിൽ നിന്ന് വീണ് നോവലിസ്റ്റിന്റെ ബ്രദറിനെ നോവലിസ്റ്റ് രക്ഷിക്കുന്നു. തുടർന്ന് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു ടാക്സിയിൽ കൊണ്ടുപോയി. അവൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്നൊക്കെ നോവലിസ്റ്റിന്റെ ബ്രദർ പറയുന്നു. അങ്ങനെ നമ്മുടെ പോലീസുകാരൻ ആ വില്ലേജിലുള്ള എല്ലാ ഡ്രൈവർമാരുടെയും ലിസ്റ്റ് എടുക്കുന്നു. അങ്ങനെ പോലീസുകാരൻ എല്ലാ ഡ്രൈവർമാരെയും വിളിച്ചന്വേഷിക്കുന്നു. അവസാനം നോവലിസ്റ്റിനെയും നോവലിസ്റ്റിന്റെ ബ്രദറിനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ഡ്രൈവറിനെ അവർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ നോവലിസ്റ്റിന്റെ ബ്രദറിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു തെളിവ് തന്നെയാണത്. അതായത് ആ പെൺകുട്ടികൾ മരിക്കുന്ന സമയത്ത് നോവലിസ്റ്റിന്റെ ബ്രദർ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഈ തെളിവെല്ലാം ലഭിച്ചതിന് ശേഷം നമ്മുടെ നോവലിസ്റ്റിന്റെ ബ്രദറിനെ അവർ വിട്ടയക്കുന്നു. ഇതെല്ലാം റിപ്പോർട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നോവലിസ്റ്റിന്റെ ബ്രദർ ആയിരുന്നു അവരുടെ എല്ലാം പ്രൈം സസ്പെക്ട്. എന്നാൽ നോവലിസ്റ്റിന്റെ ബ്രദർ അല്ല ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കിയ പോലീസുകാര് അവരെ വെറുതെ വിട്ടു എന്നൊക്കെ റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ നമ്മുടെ നോവലിസ്റ്റിന്റെ ബ്രദറിന് പുറകെ തന്നെ നോവലിസ്റ്റും ഉണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് യൂൻ കാണുന്നു. നോവലിസ്റ്റ് ആണെങ്കിൽ പേടിച്ചാണ് ബ്രദറിന്റെ പുറകിന് പോകുന്നത്. ഇത് മനസ്സിലാക്കിയ യൂൻ അവരെ ഫോളോ ചെയ്തു. നോവലിസ്റ്റും നോവലിസ്റ്റിന്റെ ബ്രദറും നേരെ ചെല്ലുന്നത് അവരുടെ വീട്ടിലേക്കാണ്. പണ്ട് മുതൽ തന്നെ ബ്രദർ നോവലിസ്റ്റിനെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നതുകൊണ്ട് തന്നെ ഇനി എന്തായാലും നോവലിസ്റ്റിനെ ബ്രദർ ഉപദ്രവിക്കും എന്നുള്ള കാര്യം യൂനിന് മനസ്സിലായി. അങ്ങനെ അവർ വീട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ നോവലിസ്റ്റിനെ വിളിച്ചുകൊണ്ട് യൂൻ പുറത്തേക്ക് പോയി. നോവലിസ്റ്റിനെ ബ്രദറിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യൂൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ലേക്ക് സൈഡിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. ബ്രദർ പുറത്തിറങ്ങിയതിന്റെ വിഷമത്തിലാണ് നോവലിസ്റ്റ്. അങ്ങനെ ആദ്യമായിട്ട് നോവലിസ്റ്റ് കരയുന്നു. എത്ര വിഷമം ഉണ്ടായാലും അവൾ അതെല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ബ്രദർ പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ ഇനി ബ്രദർ അവളെ ഉപദ്രവിക്കും. അതൊക്കെ ഓർത്തിട്ടാണ് ഇപ്പോൾ നോവലിസ്റ്റ് വിഷമിക്കുന്നത്. ബാക്കിയുള്ളവർ വിഷമിച്ചിരുന്ന സമയത്ത് അത് അവൾ കാര്യമാക്കിയില്ല. ടീച്ചറിനെ കൊന്ന കൊലയാളി അവൾ കണ്ടിട്ടും അവൾ അതൊന്നും പോലീസുകാരോട് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സുനിയയുടെ സിസ്റ്ററും മരണപ്പെട്ടു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നോവലിസ്റ്റ് സത്യങ്ങളൊന്നും പുറത്തു പറഞ്ഞില്ല. പകരം തന്റെ ബ്രദറിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു അവസരമായിട്ട് എടുത്തിട്ട് അവന്റെ പേരിൽ ഈ കേസെല്ലാം കെട്ടിവെച്ചു. ആ സമയത്ത് നീ നിന്റെ കാര്യം മാത്രമാണ് ആലോചിച്ചത്. ഇപ്പോൾ നീ കരയുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നൊക്കെ യൂൻ പറയുന്നു. ഇതെല്ലാം കേട്ട് നോവലിസ്റ്റിനും ആകപ്പാട് വിഷമമാവുന്നു. അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് റിപ്പോർട്ടേഴ്സിനോടെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹേജനെയാണ്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട്
റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നതല്ലേ. എന്നാൽ അതെല്ലാം ഒരു 2-3 മിനിറ്റത്തെ വീഡിയോയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറഞ്ഞത് ഒരു 15 മിനിറ്റത്തെ വീഡിയോ എങ്കിലും വേണം എന്നൊക്കെ ഹേജുൻ അവരോട് പറയുന്നു. എന്നാൽ ഒരു ന്യൂസ് 15 മിനിറ്റ് എല്ലാം ആൾക്കാർ കാണാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് ഉള്ള ന്യൂസ് ഒന്നും വേണ്ട എന്നൊക്കെ റിപ്പോർട്ടേഴ്സ് പറയുന്നു. എന്നാൽ ഹേജുൻ അതിന് സമ്മതിച്ചില്ല. ഹേജുൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഹേജുൻ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് ഓണർ ലേഡി അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നത് ഹേജുൻ കാണുന്നത്. കടയിലെ സാധനങ്ങളെല്ലാം ഓണർ ലേഡി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അപ്പോഴാണ് അതിൽ ഒരു ബോക്സ് ഇരിക്കുന്നത് അവൾ കാണുന്നത്. ആ ഒരു ബോക്സ് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം ആ വ്യക്തിക്ക് നൽകി. ആ ബോക്സിനകത്ത് ഓണർ ലേഡിക്ക് ഉണ്ടാവാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ആയിരുന്നു, പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കുള്ള സാധനങ്ങൾ. അങ്ങനെ ഓണർ ലേഡി അവിടെ നിന്ന് പോകുന്ന കാഴ്ച ഹേജൻ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഹേജൻ ആകെപ്പാടെ അപ്സെറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്ത് പോലീസുകാരനും പ്രിൻസിപ്പളും കേസിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഹേജന് അതിനൊന്നും ശ്രദ്ധിക്കാനേ സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം ഹേജൻ യൂനിനെ വിളിച്ചുകൊണ്ട് ഒന്ന് കറങ്ങാനായി പോകുന്നു. അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എല്ലാം ട്രൈ ചെയ്യുന്നു. ബീച്ചിൽ പോയി ഒരുപാട് സമയം അവർ രണ്ടുപേരും സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഹേജൻ തിരിച്ചു വരുന്ന സമയത്താണ് പോവാൻ വേണ്ടിട്ട് ഓണർ ലേഡി തയ്യാറായി നിൽക്കുന്നത് ഹേജൻ കാണുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഹേജനും ഓണർ ലേഡിയും ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. എന്തിനാണ് ഇപ്പോഴും ഈ ബോക്സ് കയ്യിൽ കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ഹേജൻ ചോദിച്ചു. ഇത് താൻ തന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് എന്നൊക്കെ ഓണർ ലേഡി പറയുന്നു. ഓരോ കാര്യങ്ങളെടുത്ത് ഹേജുനെ കാണിക്കുന്നു. തന്റെ കുട്ടിക്ക് താൻ ഇടാൻ വെച്ചിരിക്കുന്ന പേരാണ് ഹേജുൻ എന്നൊക്കെ അവർ പറയുന്നു. ഇപ്പോഴും അവർക്കറിയില്ല അവരുടെ ഫ്യൂച്ചറിൽ നിന്ന് വന്ന മകനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. താൻ തന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷപ്പെടുന്നു. ഇത്ര സന്തോഷം ഉണ്ടായിട്ടും തന്റെ അമ്മ എന്തുകൊണ്ടാണ് ഈ വില്ലേജിൽ നിന്ന് പോകുന്നത് എന്ന് മാത്രം ഹേജുന് അറിയില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബസ് വന്നു. തന്റെ അമ്മ ആ വില്ലേജിൽ നിന്ന് പോകുന്ന കാഴ്ച കണ്ടിട്ട് ഹേജുന് ആകെപ്പാടെ വിഷമമായി. ഇപ്പോഴും ഹേജുന് തന്റെ ഫ്യൂച്ചർ മാറ്റാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള വിഷമത്തിലാണ് ഹേജുൻ. എന്തുകൊണ്ടാണ് ഓണർ ലേഡി അവിടെ നിന്ന് പോയത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വഴിയെ കാണാം. പിന്നീട് നമ്മൾ കാണുന്നത് ഈ വില്ലേജിൽ നടന്ന കാര്യങ്ങളെല്ലാം ന്യൂസായി വരുന്നതാണ്. ആ ന്യൂസ് എല്ലാരും കാണുന്നു. ഈ ന്യൂസ് എല്ലാം കാണുമ്പോഴെല്ലാം അതേ മുഖത്ത് ഒരു പേടി നമുക്ക് കാണാം. ആ സമയത്താണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് അവർ ഹേജുനെ കാണിക്കുന്നത്. ആ ന്യൂസ് റിപ്പോർട്ടിൽ എല്ലാരും ബ്ലർ ആയിട്ടായിരുന്നു കാണിച്ചിരുന്നത്. എന്നാൽ ഹേജുനെ മാത്രം ബ്ലർ ആയിട്ടല്ല കാണിക്കുന്നത്. ഹേജൻ പറഞ്ഞിട്ട് തന്നെയാണ് അവരങ്ങനെ ചെയ്തത്. അതിൽ ഹേജൻ കൊലയാളി എങ്ങനെയുള്ള ആളാണ്, പുള്ളിക്ക് എത്ര ഹൈറ്റ് ഉണ്ട്, എന്താണ് ധരിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. കൊലയാളിയുടെ മുഖം കണ്ടില്ലെങ്കിലും ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഹേജൻ പറയുന്നത്. ഈ അപ്പിയറൻസ് ഉള്ളവരെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഹേജൻ തന്റെ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ ആ കൊലയാളിയുടെ അപ്പിയറൻസ് എല്ലാവരുടെ മുന്നിലായി പറയുന്നത്. ഹേജൻ തന്റെ ഫേസ് കാണിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തതിൽ എല്ലാരും പേടിച്ചാണ് ഇരിക്കുന്നത്. താൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ആ കൊലയാളി തന്നെ ഫോളോ ചെയ്യും എന്നുള്ള കാര്യം ഹേജന് നല്ല രീതിയിൽ തന്നെ അറിയായിരുന്നു. ഹേജന് മാത്രമല്ല നമ്മുടെ പോലീസുകാരനും അറിയായിരുന്നു. രണ്ടുപേരുടെയും ഒരു പ്ലാൻ കൂടിയായിരുന്നു ഇത്. അങ്ങനെ രാത്രി ഹേജൻ തന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പോലീസുകാരൻ ഹേജന്റെ പുറയിൽ തന്നെ ഉണ്ടായിരുന്നു. ഹേജനെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരൻ അവർ ഒളിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഹേജൻ വീട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഹേജൻ മനസ്സിലാക്കി. അങ്ങനെ ഹേജൻ പെട്ടെന്ന് തന്നെ പതുങ്ങിയിരിക്കുന്നു. പതുങ്ങിയിരുന്ന ഹേജൻ തന്നെ ആരാണ് ഫോളോ ചെയ്തത് എന്ന് നോക്കുന്നു. അത് വേറെ ആരുമല്ല, ഓണർ ലേഡിയാണ്. എന്നാൽ ഓണർ ലേഡി കഴിഞ്ഞ ദിവസം തന്നെ ആ വില്ലേജിൽ നിന്ന് പോയതായിരുന്നു. എന്നാൽ ഹേജന്റെ ആ വീഡിയോ കണ്ട് പേടിച്ചിട്ടാണ് ഓണർ ലേഡി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തിയത്. നീ ആ കൊലയാളിയെ കണ്ടിട്ടില്ല, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്, നീ എന്തിനാണ് നിന്റെ ലൈഫ് ഡേഞ്ചറിലാക്കുന്നത് എന്നൊക്കെ ഓണർ ലേഡി തിരക്കുന്നു. ഞാൻ പറഞ്ഞത് കള്ളത്തരമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ഹേജൻ ചോദിക്കുന്നു. എനിക്കറിയാം, നീ ആ കൊലയാളിയുടെ മുഖം കാണാൻ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ ഓണർ ലേഡി മറുപടി പറയുന്നു. ഇപ്പോഴും തന്റെ അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഹേജന് മനസ്സിലായില്ല. അങ്ങനെ ഓണർ ലേഡി കരഞ്ഞുകൊണ്ട് തന്റെ ബാഗിൽ നിന്ന് ഒരു റെഡ് പാവ എടുക്കുന്നു. ഈ പാവ ഉണ്ടാക്കിയിരിക്കുന്ന ആ റെഡ് നൂല് കണ്ടില്ലേ, ഇതേ നൂല് കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടികളെ കൊന്നിട്ട് ആ കൊലയാളി അവരുടെ കൈയെല്ലാം കെട്ടിയിടുന്നത്. ഇതെല്ലാം എന്റെയാണ് എന്നൊക്കെ പറഞ്ഞ് ഓണർ ലേഡി അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. ഇതെല്ലാം ഞാൻ എന്റെ ഹേജന് വേണ്ടി ചെയ്തതായിരുന്നു, പക്ഷെ അയാൾ ഇതെല്ലാം നശിപ്പിച്ചു എന്നൊക്കെ ഓണർ ലേഡി പറയുന്നു. ഈ കുഞ്ഞിന്റെ അച്ഛനാണോ പ്രതി, അതുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് എന്നൊക്കെ ഹേജൻ ചോദിക്കുന്നു. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൂടെ ജീവിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഇനി അത് സാധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. അയാൾ എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്, എനിക്കതുകൊണ്ട് തന്നെ പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഓണർ ലേഡി അവിടെ നിന്ന് കരയുന്നു. കൊലയാളി ആരാണെന്ന് മനസ്സിലായല്ലോ, അത് യുൻവോ ആണ്. യുൻവോം ഓണർ ലേഡിയും റിലേഷനിലായിരുന്നു. അവരുടെ കുട്ടിയാണ് ഹേജൻ. എന്നാൽ ഹേജൻ ജനിച്ച പാടെ ഓണർ ലേഡി ആ വില്ലേജിൽ നിന്ന് തന്നെ പോയി. ഓണർ ലേഡി ആ വില്ലേജിൽ നിന്ന് പോവാൻ കാരണം തന്നെ യുൻവോ ആണ്. ആ മർഡർ എല്ലാം തന്നെ ഹസ്ബൻഡ് ആണ് ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഓണർ ലേഡി ആ വില്ലേജിൽ നിന്ന് തന്നെ പോയത്. ഇങ്ങനെയായിരുന്നു ശരിക്കും നടക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ ഹേജൻ ടൈം ട്രാവൽ ചെയ്തു വന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. അങ്ങനെ ഓണർ ലേഡി തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാണ് ആ കൊലപാതകി എന്നുള്ള രഹസ്യം ഇപ്പോൾ ഹേജനോട് പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ യുൻവോ ആ ടൈം ട്രാവൽ കാർ ശരിയാക്കിക്കൊണ്ട് ആ വീട്ടിൽ തന്നെ
നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഹേജുൻ ആ കാറിന്റെ അടുത്തേക്ക് പോയി. ഹേജുൻ നോക്കുമ്പോൾ അവിടെ യുൻവോ ഇല്ല, ആ ടൈം ട്രാവൽ കാറും ഇല്ല. യുൻവോ ഒരു പക്ഷെ ഇവർ സംസാരിക്കുന്ന കാര്യം കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹേജുൻ ആ ന്യൂസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം യുൻവോം കേട്ടിരുന്നതല്ലേ. ആ സമയത്ത് ഇത് ടൈം ട്രാവൽ കാറാണെന്ന് മനസ്സിലാക്കിയ യുൻവോ ആ കാറും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടതും ആവാം. അങ്ങനെ ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ 14ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആ കാറും കൊണ്ട് യുൻവോ ഇവിടെ നിന്ന് ടൈം ട്രാവൽ ചെയ്തു പോവോ എന്നൊക്കെ നമുക്കിനി വഴിയെ കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.